നേതാവിനെതിരെ ഒരു നടി ഒരു ഇതുണ്ട്. നേതാവിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആരോപണം വരുന്നത് പാലക്കാട് MLA-ക്കെതിരെയാണ്. അവിടെയാണ് നേതൃത്വം കാണുന്നത്. അല്ല, നേതൃത്വം അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. പക്ഷേ ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല, മറിച്ച് നിയമ നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു? കാരണം പോലീസ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, സർക്കാരിൻ്റെ കൂടെയാണ്. ഇനി പോലീസിലും വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ? ഇപ്പോഴവർ കോടതിയെ സമീപിക്കാത്തത്, സമീപിച്ചാൽ മുമ്പ് ചില കേസിൽ കോടതി ചോദിച്ച പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചൊരു ബഹളം ഉണ്ടാക്കി, എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല. എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, 4 കാലും തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി ഏതാണ്? സിംഹവും കരടിയും എന്നല്ലാതെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പത്രസമ്മേളനം നടത്തിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് BJP-യുടെ മാർച്ച്, ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തിയ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. പക്ഷേ ഞങ്ങൾക്കത് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി ഇക്കാര്യം ഗൗരവത്തിൽ ചിന്തിച്ച് നടപടി സ്വീകരിക്കും. ഞങ്ങളുടെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിക്കും. രാഹുൽ എന്നെ പത്രക്കാരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്നിപ്പോൾ പുറത്ത് 2 വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, രാഹുൽ ഒരു പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള ചാറ്റ്, വളരെ മോശം രീതിയിൽ നടത്തിയിട്ടുള്ള ചാറ്റിന്റെ വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഗർഭചിത്രം നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം. ഇതൊക്കെ ശരിയാണ്, ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ശരിയാണ് എന്നാണോ? എനിക്ക് ഈ ഫീൽഡിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല ഈ സബ്ജക്റ്റ്. അതുകൊണ്ട് അറിയാത്ത സബ്ജക്റ്റ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ പഠിച്ചിട്ടില്ല. അല്ല, അതുകൊണ്ടാണ് ഞങ്ങളിത് ഗൗരവത്തിലെടുത്തിട്ടുള്ളത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഗൗരവത്തിലെടുക്കുമോ? കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. എല്ലാ പൊതുപ്രവർത്തകരും സംശുദ്ധ ജീവിതം പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ ഒരു ടെക്നിക്കൽ വശം ചൂണ്ടിക്കാണിക്കാതെ ഞങ്ങൾ നടപടിയിലേക്ക് നീങ്ങും. അപ്പോൾ അതെല്ലാം പെൺകുട്ടി പരാതിപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? പ്രതിപക്ഷ നേതാവിനോട് ആ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ കൃത്യമായ രീതിയിലൊരു നടപടി ഉണ്ടായില്ല. എങ്കിൽ പോലീസിൽ അന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം, കോടതിയിൽ പറയും. ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾ പറഞ്ഞ നേതാക്കന്മാർ അതിനോട് മുഖം തിരിഞ്ഞു എന്ന് അവർക്ക് തോന്നിയാൽ അവർ കോടതിയെ സമീപിക്കണം. ഇപ്പോൾ കാലത്തറിയും ആ പെൺകുട്ടി ജനുവിനല്ല എന്നാണ് താങ്കൾ? അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ചെയ്യേണ്ടത് എങ്ങനെയല്ല, ചെയ്യേണ്ടിയിരുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകണമായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.